കോളേജ് കഴിഞ്ഞാൽ യുമാരൻ എന്റെ ഒപ്പം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് എനിക്ക് തെറ്റി. ഡിഗ്രിക്ക് ശേഷമുള്ള പ്രൊഫഷണൽ കോഴ്സിലും യുമാരന്റെ ഒപ്പം തന്നെ ഉണ്ട്. അല്ലെങ്കിലും ഒന്ന് നന്നാവാൻ ഒരു തെണ്ടി സമ്മതിക്കില്ലല്ലോ. ഹലോ ഗൈസ്, അങ്ങനെ ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫ്രഷേഴ്സ് ഡേ ആണ്. പങ്ക്ച്വാലിറ്റി പറഞ്ഞ സാധനം ഞങ്ങൾക്ക് 3 പേർക്കും ഒരേപോലെ ആയതുകൊണ്ട് പരിപാടി തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞാണ് ഞങ്ങളവിടെ എത്തി. കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിച്ചാലും ഞങ്ങളുടെ മാസിന് ഒരു കുറവുണ്ടായില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ SK സാറിന്റെ പ്രസംഗത്തിന് ശേഷം ഫോട്ടോഷൂട്ട് ചടങ്ങുകളൊക്കെ ആരംഭിച്ചു. അടുത്തത് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ കയറിയപ്പോൾ ചെക്കൻ ഒടുക്കത്തതാണ്. ചെക്കന് മാത്രമല്ല എനിക്കും ഉണ്ടായി. ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച് കണ്ട പരിചയമുണ്ട്. അപ്പോഴാണ് ആ സത്യം ഞങ്ങൾ മനസ്സിലാക്കണേ. തള്ളി ഞങ്ങളുടെ ഒപ്പം തന്നെയാണ് പഠിക്കുന്നത്. ഇനി ഇവളെയും കൂടി സഹിക്കേണ്ടതെന്ന് ആലോചിക്കുമ്പോഴാണ് കല്യാണത്തിന് മുന്നുള്ള മിഠായി കൊടുക്കലിൽ നിൽക്കാന്നാണ് ഞങ്ങളുടെ സീനിയേഴ്സിന്റെ വിചാരം. കാരണം അത്രയും സന്തോഷത്തിലാണ് അവരെല്ലാവരും നിൽക്കണേ. അങ്ങനെ ഞങ്ങളുടെ അടുത്ത പരിപാടി ഡാൻസ് ആണ്. ഞങ്ങൾക്ക് പിന്നെ കലാപരമായിട്ട് വലിയ കഴിവുകളൊന്നും ഇല്ലാത്തത് ബാക്കിയുള്ള പിള്ളേരെ ഡാൻസും കണ്ട് സപ്പോർട്ട് ചെയ്യലായിരുന്നു ഞങ്ങളുടെ പരിപാടി. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയ ഒരു സ്റ്റുഡന്റ് സ്വന്തമായിട്ട് ഒരു ക്ലോത്തിങ് സ്റ്റോർ തുടങ്ങി സാറിന് ഗിഫ്റ്റ് ആയിട്ട് ഒരു ടീഷർട്ടും കൊടുത്തു. പേജ് ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് സാർ ഒരു പാട്ട് പാടാൻ പറഞ്ഞിട്ട് സ്റ്റേജിൽ കയറി. സാർ ഇത്രയും കഴിവുള്ള ഗായകനാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല. അങ്ങനെ സാറിനൊരു എതിരാളിയായിട്ട് നിയാസ് ബ്രോ കളത്തിലിറങ്ങി. മെഹബൂബ മാത്രല്ല വേറൊരു ഐറ്റം കൂടെ ഉണ്ടായി. അങ്ങനെ ഞങ്ങളും കച്ചേരിയിൽ ജോയിൻ ചെയ്തിരിക്കുമ്പോഴാണ് തള്ള ഫുഡ് അടിയും കഴിഞ്ഞിട്ട് ഐസ്ക്രീം കൊണ്ടുവരുന്നത്. ഇനി ലൈറ്റ് ആയി കഴിഞ്ഞാൽ ഫുഡ് കിട്ടില്ല വിചാരിച്ച് ഞങ്ങളും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ വയറ് നിറച്ച് ഫുഡും കഴിച്ച് എല്ലാവരോടും യാത്രയും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഫോളോ ചെയ്ത അടുത്ത വീട്ടിലാണ്. അപ്പൊ ഓക്കെ, ബൈ.